PCOD ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാനും PCOD കാരണം ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്നവരുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ശീലങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് രാവിലെ വെറും വയറ്റിൽ നല്ല കൊഴുപ്പ് അഥവാ ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂ, വാൾനട്ട് ഇങ്ങനെ നട്ട്സുകളിലൊക്കെ ധാരാളമായിട്ട് ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നട്ട് സോക്ക് ചെയ്തിട്ട് വെറും വയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് PCOD ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനും അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അത് കഴിയുമെങ്കിൽ എല്ലാ മെയിൻ മീലുകളുടെയും തൊട്ട് മുന്നേ ആപ്പിൾ സിഡർ വിനെഗർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിനമൺ, നമ്മൾ കറുവപ്പട്ട, ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ ഹോർമോൺ ഇംബാലൻസുകളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ശീലമാക്കുക. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് കറുവപ്പട്ട പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ കറുവപ്പട്ട പൊടിച്ചിട്ട് തേൻ മിക്സ് ചെയ്ത് കുടിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിൽ കറുവപ്പട്ട ശീലമാക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും വയർ നിറച്ച് കഴിക്കാതെ ഒരു 1/4 ഭാഗം മാത്രം നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ഡയറ്റിൽ ധാരാളമായിട്ട് ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇലക്കറികളിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം പോലുള്ള കോമ്പൗണ്ട്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യായാമം ശീലമാക്കുക. ഒരു 30 മിനിറ്റെങ്കിലും നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോമിലുള്ള വ്യായാമം ശീലമാക്കുക.